ഇന്നത്തെ യാത്ര വളരെ പ്രത്യേകതയുള്ളതും മനസ്സിൽ ഒരുപാട് ആവേശവും കലർന്നതുമാണ്. പഞ്ചാബിൻ്റെ ഹൃദയം, ചരിത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആകൃഷ്ടിയുടെയും നഗരം അമൃത്സർ. ഈ പട്ടണത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ തന്നെ ഈ തെരുവിനൊരു വിശാലതയുണ്ട്. പാതയൊരിടത്ത് ഒതൻറ്റിക് ഫുഡിൻ്റെ ഗന്ധം, ബസ്സിൻ്റെയും റിക്ഷയുടെയും ബഹളം. ഈ വഴിയിലൂടെ നമ്മൾ യാത്ര തുടർന്നു. ചുറ്റും നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, വ്യത്യസ്തരായ മനുഷ്യർ. വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു നീങ്ങുമ്പോൾ അകലെ നിന്നു തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഈ വഴിയുടെ തുടക്കത്തിൽ തന്നെ തലമറിക്കുവാനുള്ള ടവലുകൾ വിൽക്കുന്നവരെ കണ്ടിരുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തിനകത്ത് അത്തരം തലപ്പാവുകൾ സൗജന്യമായി ലഭിക്കും എന്നറിവുള്ളതിനാൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ആദ്യം പാദരക്ഷകൾ ഒരിടത്ത് വെക്കണം. അതിനും സൗജന്യമായി സൗകര്യമുണ്ട്. നമ്മുടെ ഷൂസ് അവിടെ കൊടുത്തു, ടോക്കൺ കിട്ടി. പിന്നീട് എല്ലാവരും പോകുന്നത് കണ്ടു മുന്നോട്ട്. അവിടെ നിന്നും തലമറയ്ക്കുവാനുള്ള വസ്ത്രം എടുത്തു. കാൽ കഴുകുവാൻ അവിടെ ചെറിയ ഒഴുക്കുള്ള വെള്ളമുണ്ട്. അതിൽ കാൽ കഴുകി പിന്നെയും മുന്നോട്ട്. ഈ പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പൂർണ്ണരൂപം ദൃശ്യമായി. ഏറെ പ്രധാനപ്പെട്ട കാര്യം, മറ്റു മതസ്ഥാപനങ്ങളിൽ കാണുന്ന പോലെ ഉയർത്തിയ പീഠത്തിലല്ല ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറിച്ച് അതിനെ ചുറ്റുന്ന മണ്ണിൻ്റെ നിലത്തേക്കാൾ താഴെയാണ്. ഇതിലൂടെ സമത്വം അടയാളപ്പെടുത്തുന്നു. ക്ഷേത്രത്തിന് 4 വാതിലുകൾ നൽകിയിരിക്കുന്നത് എല്ലാ ദിശകളിൽ നിന്നുമുള്ള ആളുകൾക്ക് സ്വാഗതം എന്നതിൻ്റെ പ്രതീകമാണ്. മതം, ജാതി, പദവി എന്നിങ്ങനെ ഏതെങ്കിലും ഭേദമില്ലാതെ എല്ലാവർക്കും ഈ ദേവാലയത്തിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. അത് ഒരു ബൗളിലാണ് തരുന്നത്. ഈ സ്റ്റീൽ ബൗളുകൾ വൃത്തിയാക്കുന്നതും ഒരു കാഴ്ചയാണ്. പല ഘട്ടങ്ങളിലായാണ് അത് ചെയ്യുന്നത്. അമൃത് സരോവർ എന്ന ഈ വിശുദ്ധ കുളത്തിൽ ഭക്തർ കുളിച്ച് ആത്മശുദ്ധി നേടുന്നു. ഇനി ലംഗറിലേക്ക്. ലംഗർ എന്നത് സിഖ് മതത്തിലെ ഒരു അതീവ പ്രസക്തമായ ആചാരമാണ്. സമൂഹ ഭക്ഷണശാല എന്നാണ് ലഘുവായ പരിഭാഷ. ഈ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലേറ്റും ഒരു ബൗളും സ്പൂണും നൽകും. ഇതെല്ലാം സ്പെസിഫിക്കലി എന്തിനാണെന്നറിയില്ലെങ്കിലും അതെല്ലാം വാങ്ങിക്കൊണ്ട് എല്ലാവരെയും നോക്കി മുന്നോട്ടു തന്നെ നടന്നു. താഴെ നിറയെ പായകൾ വിരിച്ചിട്ടിരിക്കുന്നു. എല്ലാവരും അത് ലക്ഷ്യമാക്കി തന്നെയാണ് നടക്കുന്നത്. അവിടെയുള്ള വോളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ഇരുന്നു. ലംഗറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വോളണ്ടിയേഴ്സാണ് നടത്തുന്നത്. പാചകം മുതൽ പാത്രം കഴുകൽ വരെ. ഇത് സേവ അഥവാ സന്നദ്ധ സേവനം എന്ന സിഖ് തത്വത്തിൻ്റെ ഭാഗമാണ്. ആദ്യം ദാൽ കറിയാണ്. നീളമുള്ള ഒരു കൈലിൽ നിന്നുകൊണ്ടാണ് അവർ ഇത് വിളമ്പുന്നത്. പിന്നീട് റൊട്ടി, അത് 2 കൈയും നീട്ടിക്കൊണ്ടു വേണം വാങ്ങാൻ. പിന്നീട് മീഠ, വെളുത്ത നിറമുള്ള പായസമെന്ന് തോന്നിക്കുന്ന മധുരമുള്ള ഒന്ന്. ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം തരുന്നത്. പിന്നീട് ജീര റൈസും സബ്ജിയും. അത്യന്തം സ്വാദുള്ള ഭക്ഷണം തന്നെ. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രദേശങ്ങൾ അത്യന്തം വൃത്തിയുള്ളവയാണ്. എപ്പോഴും ഭക്ഷണം മതിയാകും എന്ന് ഭയപ്പെടേണ്ടതില്ല. ആരെത്തിയാലും ഭക്ഷണം ലഭിക്കുമെന്നതാണ് വിശ്വാസം. ഭക്ഷണത്തിനു ശേഷം പാത്രങ്ങൾ കൊടുത്ത് കൈ കഴുകി വീണ്ടും ആ കുളത്തിനു ചുറ്റും നടന്നു. അപ്പോഴതാ എല്ലാവരും എന്തോ വാങ്ങുന്നു. ഞങ്ങളും അത് വാങ്ങാൻ നിന്നു. എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നിശ്ചിതമായ രൂപ എന്നൊന്നില്ല, എത്രയെങ്കിലും കൊടുത്താൽ മതി എന്നായിരുന്നു മറുപടി. ഇതൊരു പ്രസാദമല്ല എന്നും ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താലാണ് പ്രസാദം കിട്ടുക എന്നും പിന്നീടാണ് മനസ്സിലായത്. ഈ കിട്ടുന്ന പ്രസാദം ഭദ്രമായി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കവറും അവർ തരും. പക്ഷേ ഞങ്ങൾ അത് അവിടെ വച്ച് തന്നെ കഴിച്ചു. ആ പ്രസാദം കഴിച്ചതിനു ശേഷം അവിടെ നിന്നും ഞങ്ങൾ നീങ്ങി. അവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു. വിശ്വാസികൾ ശ്രദ്ധാപൂർവം അതെല്ലാം കേട്ടിരിക്കുന്നു. ഇവിടെ പല മുറികളിലും ഗുരുക്കന്മാർ ഇരുന്ന് പവിത്രമായ ഗ്രന്ഥം വായിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇംലി മരത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. ഈ മരത്തിൻ കീഴിൽ ഗുരുക്കന്മാർ ഭക്തിസ്തുതികളും സങ്കീർത്തനങ്ങളും നടത്താറുണ്ടായിരുന്നു.
ഭക്തന്മാർക്ക് ഉപദേശം നൽകുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ സ്ഥലത്ത് ആത്മീയ ശക്തി നിറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ചെരുപ്പുകൾ എടുത്ത ശേഷം മുന്നോട്ട് നടന്നു. ഈ വൃത്തിയുള്ള തെരുവിൻ്റെ ഇരുവശത്തും നിറയെ കടകളാണ്. വസ്ത്രങ്ങളും ചെരുപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാമുണ്ട്. എന്നാൽ ഈ തെരുവിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ആയുധങ്ങളാണ്. ഇത് ഇവരുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണത്രേ. നല്ല ചൂട്. ഇനി കുൽഫി കഴിച്ചിട്ടാവാം. അടുത്തുള്ള കടയിൽ നിന്നും കുൽഫിയും ബദാം ഷേക്കും കഴിച്ചു. എല്ലാം നല്ല വൃത്തിയോടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓരോ കടക്കാരും അവരുടെ കടയിലേക്ക് ഞങ്ങളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അമൃത്സറിൻ്റെ ഈ തെരുവുകളിൽ വിവിധ വസ്തുക്കളും വ്യത്യസ്തരായ മനുഷ്യരെയും കണ്ടുകൊണ്ട് ഞങ്ങൾ നീങ്ങി. ഈ കാണുന്നത് സിഖ് സോൾജേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവർ ഈ ഗുരുദ്വാറിൻ്റെ കാവൽക്കാരാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ യഥാർത്ഥ ഭംഗി അറിയുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ ഗോൾഡൻ ടെമ്പിൾ കണ്ടാൽ അത് ആ ജലത്തിലെന്ന പോലെ മനസ്സിലും പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും.